ശ്രീനാരായണ ഗുരുവുമായി അടുപ്പമുള്ള കുടുംബമാണ് താങ്കളുടേത്. സ്മഗ്ലത്തിനാണ്ട കൂടുതൽ ആൾക്കാർക്ക് അറിയില്ല അങ്ങനെ ഒരു ബന്ധുത്വം ഉള്ളതായിട്ട്. അങ്ങനെയെങ്കിൽ ആ ഒരു സംഘടന ശുദ്ധീകരിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രംഗത്തിറങ്ങാനുള്ള സാധ്യതയുണ്ടോ? കാരണം ശ്രീനാരായണ ഗുരുവുമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന കുടുംബത്തിലെ ഒരു അംഗം ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണ ആ സംഘടനക്കകത്ത് നടക്കുന്ന അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് വ്യക്തമായി അറിയുന്ന ആളുകളുടെ നിലയിൽ അത് ശുദ്ധീകരിക്കാൻ മുൻകൈ എടുക്കുമോ? കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ശ്രീനാരായണ ഗുരു ഇവിടെ ജീവിച്ചിരുന്ന കാലത്തും ശ്രീനാരായണ ഗുരുവിൻ്റെ തലയിൽ കള്ളെടുത്ത് ഒഴിച്ച് കാറ്റാടിക്കുഴ ഊരിയെടുത്ത് അടിച്ചോട്ടിച്ച ഒരു നാടാണ് ശ്രീനാരായണ ഗുരു. നാടിനെ പോയതാണ്. കാരണം അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ വിവേകാനന്ദൻ ഇവിടെ ഭ്രാന്താലയം എന്ന് പറഞ്ഞ് വളരെ പറഞ്ഞ് ആ ആത്മാക്കൾ തന്നെയാണ് വീണ്ടും പുനർജനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ ഒന്ന് മുൻകൈ എടുത്താൽ തീർച്ചയായിട്ടും ശുദ്ധീകരിക്കാൻ പറ്റും. പിന്നെ ഞാൻ എൻ്റെ ബേസ് ഇപ്പോൾ ഇവിടെയല്ല, ഞാൻ കേരളമൊക്കെ വിട്ടുപോയ ആളാണ്. ഇവിടെ ഏറ്റവും അതിന് ഉചിതമായിട്ടുള്ളൊരു വ്യക്തി എന്ന് പറയുന്നത് ശ്രീ ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന ഗോപാലേട്ടനാണ്. ഗോപാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഗോപാലേട്ടന് പൈസ വേണ്ട. ഗോപാലേട്ടൻ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ഈ പ്രസ്ഥാനത്തിൽ ഇത് വന്നത്. അദ്ദേഹത്തിന് ആവശ്യത്തിലേയും പൈസ അധികം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇനി ആകെ വേണ്ടത് ശ്രീനാരായണ ഗുരുദേവൻ ധർമ്മമാണെങ്കിൽ ആ ധർമ്മത്തിൻ്റെ പ്രചാരകനായി അദ്ദേഹത്തിന് ജീവിക്കണം. ഗുരു മന്ത്രമാണെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനമായി ജീവിക്കണം. അതുമാത്രമേ ഗോപാലേട്ടനുള്ളൂ. ഗോപാലേട്ടനെ പോലെ ഒരാളുടെ ഒപ്പം നിൽക്കാനാണ് യഥാർത്ഥ ശ്രീനാരായണീയർക്ക് താല്പര്യം. വെള്ളാപ്പള്ളിനെയും ഈ ഇവിടുത്തെ അശുദ്ധികളെല്ലാം ഒന്ന് ശുദ്ധീകരിക്കണമെങ്കിൽ നല്ല സജ്ജനങ്ങൾ വേണം. സജ്ജനങ്ങൾ കൊണ്ട് മാത്രമേ ഈ അന്ധകാരമായ ഇതിനെ വെളിച്ചമേക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു സംഭവം എന്ന് പറയുന്നത് ശിവഗിരിയാണ്. ശിവഗിരിയിൽ കുറച്ച് സന്യാസിമാരുടെ പേരിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ശാശ്വതികാനന്ദ സ്വാമി ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം മെമ്പർഷിപ്പ് കൊടുത്തത് അവിടെ ട്രസ്റ്റിൻ്റെ ഇതിൽ ആക്കിയതിൻ്റെ പേരിൽ വന്ന ഒരു ചെറിയ ഇതാണ്. പക്ഷേ അതിനകത്ത് നല്ല ഇപ്പോൾ വളർന്നു വരുന്ന കുറേ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള സന്യാസിമാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ മഠാധിപതിയും അത് വളരെ നല്ല രീതിയിൽ അദ്ദേഹം കാര്യങ്ങൾ കയറി അത് ഒരു ഡെയറിങ് രീതിയിൽ നിൽക്കുന്ന ആളാണ്. അദ്ദേഹം സച്ചിദാനന്ദ സ്വാമിയും ബാക്കിയുള്ളവരും ഒക്കെ ഉണ്ട്. നമ്മുടെ സൂക്ഷ്മാനന്ദ സ്വാമിയുണ്ട്. പക്ഷേ സൂക്ഷ്മാനന്ദ സ്വാമിയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പിരിച്വൽ തലത്തിലേക്ക് അങ്ങ് ഒതുങ്ങിപ്പോയി. പക്ഷേ എപ്പോഴും ഒരു റെവല്യൂഷൻ അതിൻ്റെ ഒരു ഭാഗമാണ്. റെവല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ സാധാരണ കാണുന്ന ഈ സമരമല്ല, ആത്മീയപരമായിട്ടുള്ളൊരു വിപ്ലവം വേണം. ആ ഒരു റെവല്യൂഷനിലൂടെ ഒരു എവല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം വരും. കാരണം ഇന്ത്യയിൽ 18 കോടി ജനങ്ങളുണ്ട്. ഈഴവരെന്ന് പറയുന്ന ശ്രീനാരായണീയർ ഇന്ത്യയിൽ 18 കോടിയാണ്. പല പേരുകളിൽ കർണാടകയിൽ ഇടിക, ബില്ലവ, പൂജാരി, ഇവിടെ ഈഴവർ, തീയർ, പിന്നെ തമിഴ്നാട്ടിൽ പിള്ള, ഇങ്ങനെ പറഞ്ഞിട്ട് പല പേരിലും നമ്മളുടെ ആൾക്കാർ ഇതുണ്ട്. ബേസിക്കലി നമ്മൾ ആരാണെന്ന് അറിയുന്നില്ല. നമ്മൾ വന്നത് നമ്മൾ സിലോണിൽ നിന്ന് വന്നവരാണ്. സിലോണിൻ്റെ ഒരു ഇതാണ്. ബേസിക്കലി ഇടികാസ്, ഈഴവാസ്, ക്ഷത്രിയാസ്, രാവണൻ്റെ പരമ്പരയാണ്. ഇതിനെപ്പറ്റിയൊന്നും ആരും അറിയുന്നില്ല. നമ്മളാണ് ഇവിടെ ജ്യോതിഷം കൊണ്ടുവന്നത്. നമ്മളാണ് ഇവിടെ ഈ പറയുന്ന പോലെ ഇത് ആയോധന കലകൾ, ബോധിധർമ്മൻ, ഇതിനെപ്പറ്റി കേട്ടിട്ടില്ലേ? ബോധിധർമ്മൻ്റെയൊക്കെ ചരിത്രം. അതുപോലെ തന്നെ ഈ ഈഴവൻ ഉഴുവുന്നവനെന്നാണ് കൃഷിയുടെ ഇതിൻ്റെയൊക്കെ നമ്മളുടെ ഇതാണ്. പക്ഷേ ഇതിനെയൊക്കെ OBC ആക്കി കൊണ്ടുവന്നു. നമ്മുടെ ആത്മീയം, നമ്മളാണ് സനാതന ധർമ്മത്തിൻ്റെ പ്രചാരകർ. നമ്മൾ ഉള്ളിൽ ഈശ്വരനെ കാണുന്നവരാണ്, കല്ലിൽ ഈശ്വരനെ കാണുന്നവരല്ല. പക്ഷേ ഇതെല്ലാം മാനിപ്പുലേറ്റഡ് ആയിപ്പോയി. ഇന്ന് CPM ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം ഈ ഈഴവരുടെ ഇതാണ്. പക്ഷെ അതിൻ്റെ ഉള്ളറകൾ ആത്മീയതയുടെ ഉറപ്പാണ് ആ സംഘടനയെ പോലും പിടിച്ചിരുന്നത്. പക്ഷെ അതിൽ പലവർക്കും ശരി തെറ്റുകൾ അറിയാൻ പറ്റുന്നില്ല. അതിനവർക്ക് ആധ്യാത്മിക വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല. സ്പിരിച്വലി നമ്മൾ സ്ട്രോങ് ആകുമ്പോഴേ നമ്മൾ മെറ്റീരിയലി പവർഫുൾ ആവുള്ളൂ. അപ്പോൾ ഗോപാലേട്ടനും വെള്ളാപ്പള്ളിയും തമ്മിലുള്ള വ്യത്യാസമാണ്. ഗോപാലേട്ടൻ എന്ന് പറഞ്ഞാൽ സ്പിരിച്വലി സ്ട്രോങ് ആണ്. അദ്ദേഹത്തിൻ്റെ ഓറ, മോഹൻലാലിൻ്റെ ഓറ, ഇതൊക്കെ ഭയങ്കര പ്രത്യേകതയുള്ള ഓറ. ഇപ്പം പിണറായി വിജയൻ്റെ ഓറ, ഇതിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഓറയുടെ വീക്ക്നെസ്സാണ് നമ്മളെ നശിപ്പിക്കുന്നത്, നമ്മുടെ ചിന്താതലങ്ങൾ നശിപ്പിക്കുന്നത്. വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞാൽ ഒരു ഇതൊരു രാക്ഷസ് ബീജാണത്. അദ്ദേഹത്തിന് അങ്ങനെ ഉണ്ടാവുള്ളൂ. അദ്ദേഹത്തിനെ നമ്മളെല്ലാം അറ്റാക്ക് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ശരീരം തന്നെ എടുത്തു നോക്കും. ഉടുപ്പൂരി കണ്ടിട്ടുണ്ടോ? കംപ്ലീറ്റ് ആസിഡ് ഒഴിച്ച് ഇതാക്കി വെട്ടി കീറി നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. കയ്യിരിപ്പതായിരുന്നേ. ഇന്നിപ്പം ZCAT മറ്റേ Y+ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഈ നാട്ടുകാർ കയറി തല്ലിക്കൊല്ലുമെന്ന് അറിയാം. 100% നാട്ടുകാർ കയറി തല്ലിക്കൊല്ലും. അതുകൊണ്ട് ഗവൺമെൻറ് അങ്ങനെ കൊടുക്കും. പക്ഷേ നാട്ടുകാരെ തല്ലിക്കൊല്ലാൻ വിട്ടുകൊടുക്കണം. അമ്മാതിരി ചെറ്റത്തരവ കാണിച്ചിരിക്കുന്നത്. എല്ലാവരും ചോദിക്കുന്നുണ്ട് ഞാൻ എന്തിനാ ഈ വെള്ളാപ്പള്ളി ഇത്രയും വെറുക്കുന്നതെന്ന്. വെള്ളാപ്പള്ളി കാരണം ഒരു അമ്മയും മകളും അനുഭവിച്ച ദുരിതം അറിയോ? ഒരു പിഞ്ച് മോള് മരിച്ചറിയോ?
ഇവിടുത്തെ കേരള സമൂഹം അറിയണോ ഇതൊക്കെ? ഈ വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് ഇന്ന് 5000 ചില്ലുമാനം കോടി രൂപയ്ക്ക് മുകളിലുള്ള അസറ്റ് SNDPയുടെ വെച്ച് സ്വന്തമായിട്ട് അവർ കണിച്ചുകൊള്ളുന്ന കുടുംബം ആസ്വദിക്കുകയാണ്. ഈ ഇത്രയും പൈസ കോടിക്കണക്കിന് രൂപ ഡൊണേഷനായിട്ടും കൈക്കൂലിയായിട്ടും മേടിച്ച ആൾക്കാരെ ഇതിനകത്ത് കയറ്റുമ്പോൾ ഒരു 5000 രൂപ ഒരു ഫീസ് കൊടുക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത ഒരു കുട്ടി വന്ന് അഡ്മിഷൻ ചോദിച്ചപ്പോൾ കണിച്ചുകുളങ്ങരയുടെ ഓഫീസ് തിരുവനന്തപുരത്തുണ്ടെന്ന് പറഞ്ഞു. ഇവർ ബസ് കയറി അവിടെ പോയി പൈസ ഇല്ലാതെ സാറിൻ്റെ അടുത്ത് GSൻ്റെ അടുത്ത് പോവല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഇവർ കാതി കിടന്ന ഒരു പൊട്ട് കമ്മൽ 3000 രൂപയ്ക്ക് വിറ്റു. GSൻ്റെ ജനറൽ സെക്രട്ടറിയെ വെള്ളാപ്പള്ളിയുടെ മുറിക്കകത്തിട്ട് കയറി ചെല്ലുമ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞാൽ എന്താ അമ്മയും മോളെ കാര്യം? ഒരു അഡ്മിഷന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഡൊണേഷനൊക്കെ അടച്ചോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. 3000 രൂപയുള്ള അത് ഈ കമ്മൽ വിറ്റ പൈസയാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മോളുടെ അമ്മയ്ക്ക് എന്താ പണിയെന്ന് ചോദിച്ചു. അമ്മ ഈ തൊണ്ട് ചതയ്ക്കുകയാണ് കയറി വിരിക്കാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ പണമില്ലാത്തവർക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, പഠിച്ചിട്ടും കാര്യമില്ല, അമ്മയുടെ പണി തന്നെ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. ആ കുട്ടി 2000 രൂപയുടെ കുറവിന് വേണ്ടിയിട്ടാണ്. ആ കുട്ടി അന്ന് ആത്മഹത്യ ചെയ്തു. ഇത് കേരളം സഹിക്കും. കേരളത്തിലെ ആൾക്കാർ മനസാക്ഷിയുടെ കാര്യത്തിലും കരുണയുടെ കാര്യത്തിലും വളരെ ഉയർന്ന തലത്തിൽ നിൽക്കുന്നവരാണ്. ഊളത്തരമൊക്കെ നമ്മുടെ ആൾക്കാർ കാണിക്കും, ചിലതൊക്കെ പെട്ടെന്ന് പറ്റിക്കപ്പെടും, ഇതൊക്കെ ചെയ്യും, ആവേശത്തിൽ പലതും സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇതുപോലുള്ള അവസ്ഥകൾ ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണോ ഇവിടെ കേരളത്തിൽ ശ്രീനാരായണ ഗുരുവിൻ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കേണ്ട ആൾ ആണോ? ഇതൊക്കെ ഗോകുലം ഗോപാലേട്ടൻ ചോദ്യം ചെയ്തു. ഉത്തരമില്ല വെള്ളാപ്പള്ളി നടേശന്. ഇത് സത്യത്തിൽ സന്യാസിമാർ ചോദിക്കേണ്ടതാണ്. ശിവഗിരിയിലെ സന്യാസിമാർ അവിടെ നിന്നിറങ്ങി ഇയാളെ റോഡിലിട്ട് കുനിച്ചു നിർത്തി ഇടി കൊടുക്കേണ്ടതാണ്. ഇതാരും പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആളില്ല, ആളെ കൊന്നുകളെ. ഇവ ശോഭേനെ ഇറക്കി കളിച്ചതെന്തെന്ന് വെച്ചാൽ ശോഭ BJPയുടെ ഭാഗമാണ്. ശോഭയെ സപ്പോർട്ട് ചെയ്യാൻ BJPയുടെ വാരിയേഴ്സ് ഉണ്ടാവും. ശോഭയുടെ കൂടെയുള്ള അണികൾ ശോഭയെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. ഈ ശോഭയുടെ കൂടെയുള്ള അണികളെ വെച്ചിട്ട് ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന ആ ഒരു മഹാവൃക്ഷത്തിനെ തകർക്കാനാണ് ഇവരുടെ സ്ട്രാറ്റജി. അതായത് BJPയുടെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ഗുണ്ടായിസത്തിലേക്ക് ഇറക്കാനുള്ള പരിപാടി. അതൊന്നും നടക്കില്ല.